ഹലോ. അപ്പോൾ എൻ്റെ വീട്ടിലത്തെ പരിസരമൊക്കെ ഒന്ന് കണ്ടിട്ട് വന്നാലോ? അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങളുടെ വളപ്പിലേക്ക് തൊടിയിലേക്ക് കയറാനുള്ള സ്റ്റെപ്പാണ് കേട്ടോ. കുറച്ച് സ്ഥലമുണ്ട്. അവിടെ കുറച്ച് വാഴയും തെങ്ങൊക്കെ വെച്ചിട്ടുണ്ട്. വാഴയിൽ കായ കൊല പഴുത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. 2-3 പഴുത്ത് തുടങ്ങിയിട്ടുണ്ട്. വെട്ടാനായിട്ടുണ്ട് കേട്ടോ അത്. പിന്നെ ഉള്ളത് ചെറിയൊരു സപ്പോട്ട മരം ഉണ്ട്. അതിൽ 2-3 അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട്. ഇത് ഇക്കൊല്ലം കായ്ക്കാൻ തുടങ്ങിയിട്ടുള്ളൂ. പിന്നെ നല്ല ഓമക്കായ മരം ഉണ്ട് കേട്ടോ. നിറയെ നിൽക്കണം. നല്ല വലിയ കായയാണ്. ഞങ്ങൾ ഓമക്കായ എന്നാണ് കേട്ടോ ഇതിന് പറയുക. പലരും പല സ്ഥലത്ത് പല ഇതിലാണ് പറയാറ്. ഇക്കാൻ്റെ വീട്ടിൽ കറുവത്തുങ്കായ എന്നാണ് പറയുക. പിന്നെ പേരയ്ക്ക മരം ഉണ്ട്. പേരയ്ക്ക മരത്തിൽ ഇപ്പോൾ ഒന്നുമില്ല. അതിൻ്റെ സീസൺ കഴിഞ്ഞു. ഞങ്ങളുടെ സമയത്ത് അതിന് റീലിട്ടുണ്ടായിരുന്നു. നിറയെ കായ ഉണ്ടായിരുന്നു കേട്ടോ അതിൽ. ഇപ്പം അതിലൊന്നുമില്ല. പിന്നെ ഞങ്ങളുടെ ഫ്രണ്ട് ഭാഗത്ത് ഒരു എന്താ പറയുക, ഞങ്ങളിതിന് ഈനാമ്പഴം എന്നാട്ടോ പറയുക. ഇത് നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇവിടെ മാളിലൊന്നും ഈ സംഭവം മാത്രം വിൽക്കാൻ വെച്ചത് ഞാൻ കണ്ടിട്ടില്ല. ഈനാമ്പഴം എന്നാണ് ഇതിന് പറയുക കേട്ടോ. പിന്നെ പ്ലാവ് ഉണ്ട്. പക്ഷെ ചക്കൊന്നും ഉണ്ടായിട്ടില്ല. ഉണ്ടാവാൻ തുടങ്ങണുള്ളൂ. അതിലാണെങ്കിൽ ഈ കുരുമുളകിൻ്റെ വള്ളി കയറ്റിയിട്ട് നിറയെ കുരുമുളക് നിൽക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു സംഭവം ഉണ്ടല്ലോ, അത് ഞങ്ങളിവിടെ വാഴയുടെ മാണി എന്നാണ് പറയുക. അതിന് ഞങ്ങൾ ഉപ്പേരി വയ്ക്കൂട്ടോ എടുത്തിട്ട്. പിന്നെ വീടിൻ്റെ ബാക്ക് ഭാഗത്തായിട്ട് ഈ ഒരു കിണർ, വലിയൊരു കിണറാണ് കേട്ടോ. നല്ല തെളിഞ്ഞ വെള്ളമാണ്. എല്ലാ വേനൽക്കാലത്തും ഇത് വറ്റാതെ ഉണ്ടാവും കേട്ടോ. പക്ഷേ ഈ ഒരു കിണറൊരു പ്രത്യേകത ഉണ്ട്. ഞങ്ങളുടെ മാത്രം കിണറല്ല, ഇത് 4 വീടിൻ്റെയും അതിർത്തിയിലാണ് ഈ കിണർ വരുന്നത് കേട്ടോ. ഈ 4 വീട്ടുകൾക്കും ഈ വെള്ളം എടുക്കാനുള്ള അവകാശമുണ്ട്. അതുകൊണ്ട് ഈ കിണർ ഞങ്ങളുടെ എല്ലാവർക്കും കൂടിയുള്ള കിണറാണ് കേട്ടോ.